കേരളത്തിന്റെ പ്രതിഷേധങ്ങളെ മറികടന്ന് കേന്ദ്ര സർക്കാരിന്റെ എൻഡോസൾഫാൻ അനുകൂല റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു. കാസർഗോഡ് ജില്ലയിലെ വടക്കൻ മേഖലകളിൽ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കശുമാവ് തോട്ടങ്ങളിൽ പ്രയോഗിച്ച മാരക കീടനാശിനിയാണ് ആയിരങ്ങളെ ദുരിതക്കടലിൽ ആഴ്ത്തുന്നത്. ആയിരക്കണക്കിന് ജനങ്ങളെ നിത്യരോഗികളാക്കിയ എൻഡോസൾഫാൻ നിരോധിക്കണമെന്ന ഭരണ പ്രതിപക്ഷ ഭേദമന്യേയുള്ള കേരളത്തിന്റെ ആവശ്യത്തെയാണ് കേന്ദ്ര സർക്കാർ ഈ റിപ്പോർട്ടിലൂടെ തള്ളിക്കളയുന്നത്. എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ ഇതിനെതിരായി പ്രതികരിച്ചാൽ മാത്രമേ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യൂ എന്നുള്ള പിടിവാദപരമായ കേന്ദ്ര ഗവൺമെന്റിന്റെയും നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെയും അഭിപ്രായം കഴിയുന്നത്ര വേഗം തിരുത്തേണ്ടതായിട്ട് ഉണ്ട്. അത് തിരുത്തണമെന്ന് പറയുമ്പോൾ അദ്ദേഹവും കൂട്ടരും ഇപ്പോൾ സ്വീകരിച്ചു പോരുന്ന ദുഷ്ടമായ സമീപനം അത് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടുകയും അത് തിരുത്തണമെന്ന് പറയാതെ തിരുത്താൻ കഴിയുന്ന ഒരു സ്ഥിതിയല്ല ഉള്ളത് എന്നുള്ളത് കൊണ്ടാണ് നാമെല്ലാം പ്രധാനമന്ത്രിയുടെ ആ സമീപനത്തെ തിരുത്താൻ ആവശ്യപ്പെട്ടത്. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും തുല്യ സുരക്ഷ നൽകേണ്ട നമ്മുടെ ഭരണ സംവിധാനം ദുരിതമനുഭവിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളോട് കാട്ടുന്ന ഈ ക്രൂരത ഭരണഘടനാ ലംഘനമായി കാണേണ്ടതാണ്. കേന്ദ്ര സർക്കാർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്ന ഈ ഭാഗത്തിന് ഒരു വെല്ലുവിളിയുടെ സ്വരമല്ലേ? എൻഡോസൾഫാൻ അർബുദ രോഗമുണ്ടാക്കില്ല, ജനിതക ഘടനകളിൽ പെട്ടെന്ന് മാറ്റവും ഉണ്ടാക്കുന്നില്ല. എൻഡോസൾഫാൻ ജനിതകമായി അടിഞ്ഞുകൂടുന്നതിന് തെളിവുമില്ല. അതിനാൽ തന്നെ ഈ വിഷം നിരോധിക്കരുത്. എന്നാൽ ഈ കാണുന്ന ദൃശ്യങ്ങൾ എങ്ങനെയുണ്ടായി? കാസർഗോഡും കർണാടകയുടെ വിവിധ ഭാഗങ്ങളിലുമുള്ള ആയിരക്കണക്കിന് എൻഡോസൾഫാൻ ഇരകളെ സൃഷ്ടിച്ചത് എന്തു മാറ്റമാണ്? ഇവരുടെ വേദനകളെ കാണാൻ കഴിയാത്ത കേന്ദ്ര നിലപാടിനെതിരെ കോൺഗ്രസ് പക്ഷത്തു നിന്ന് തന്നെ എതിർപ്പുകൾ ശക്തമാകുന്നുണ്ട്. എൻഡോസൾഫാൻ അപകടകരമായ കീടനാശിനിയാണ് എന്ന് തന്നെയാണ് ഇത്. അതിൻ്റെ ഏറ്റവും വലിയ ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വന്നത് കേരളമാണ്. കാസർഗോട്ടെ ആ ദുരിതം അത് പറഞ്ഞറിയിക്കാൻ പോലും സാധ്യമല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ആ അഭിപ്രായത്തോട് ഒരു വിധത്തിലും യോജിക്കാൻ നിവൃത്തിയില്ല. ഇപ്പം കേന്ദ്രം നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്, അത് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കേരളം ഒഴിച്ച് ബാക്കിയുള്ള സംസ്ഥാനങ്ങളെല്ലാം എൻഡോസൾഫാന് വേണ്ടിയാണ് വാദിക്കുന്നത്. കഴിഞ്ഞ രണ്ടോ 3 മാസങ്ങൾക്ക് മുമ്പ് കൂടിയ കേന്ദ്രത്തിൻ്റെ മീറ്റിങ്ങിനും കേരളം ഒഴിച്ച് വേറെ ഒരു സംസ്ഥാനവും ഇത് നിരോധിക്കണമെന്നോ അല്ലെങ്കിൽ ഇത് അപകടം ചെയ്യുമെന്നോ അവർ പറഞ്ഞിട്ടില്ല. അപ്പം അതിൻ്റെതായ കേരളത്തിൻ്റെ മാത്രം അഭിപ്രായം കേട്ടുകൊണ്ടൊരു തീരുമാനം എടുക്കാനുള്ള കേന്ദ്രത്തിൻ്റെ പരിമിതി എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ കേന്ദ്രം എടുത്തിരിക്കുന്ന നിലപാടിനോട് ഒരു വിധത്തിലും യോജിക്കാൻ നിവൃത്തിയില്ല. കാസർഗോട്ടെ ഈ ദുരിതം ഇതുകൊണ്ട് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നു. എൻഡോസൾഫാൻ എന്ന മാരക കീടനാശിനിക്കെതിരെ കേരളത്തിന്റെ വാദങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ കുറച്ചുനാൾ മുമ്പ് നടന്ന സ്റ്റോക്ക്ഹോം കൺവെൻഷനിൽ ഇന്ത്യ ഒറ്റപ്പെടുന്ന കാഴ്ച എൻഡോസൾഫാൻ അനുകൂല നിലപാടിന്റെ നേർചിത്രമായിരുന്നു. നമുക്ക് നടക്കുമ്പോൾ അങ്ങനെ പാലിച്ചിട്ട് വീണത് ഞാൻ തന്നെ അറിയുന്നില്ല. ചാക്ക് എൻ്റെ അങ്ങനെ ചാക്ക് 10 പിന്നെ ഞാൻ മെച്ചിട്ടാകുമ്പോൾ കണ്ടില്ല. ഞാൻ ഈ സ്കൂളിലുണ്ടായ ഞാൻ ഉപ്പ ഉണ്ടാക്കുന്ന നടന്നിട്ട് തന്നെ ഒരു മണിക്കൂർ നടത്തണം. അപ്പം അതിൽ നിന്ന് കുറച്ച് സമയം നിന്നിട്ട് പോകും. ഞാൻ ഒരുന്നപ്പോയെങ്കിൽ പിറ്റേ ദിവസം പോയില്ല. ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ദയനീയമായി കീഴടങ്ങിയെങ്കിലും മനുഷ്യനെ കൊല്ലുന്ന പ്രകൃതിക്ക് വിഘാതമായിട്ടുള്ള എൻഡോസൾഫാൻ പക്ഷത്തു നിന്നുള്ള വാദങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള UPA ഗവൺമെന്റ്. കേരളത്തിന്റെ ഒറ്റക്കെട്ടായുള്ള ഈ ആവശ്യത്തിനെ ഇനിയും അധികകാലം പുറംതിരിഞ്ഞു നിൽക്കാൻ ഒരു സർക്കാരിനും കഴിയില്ല എന്ന് കാലം നമുക്ക് മനസ്സിലാക്കിത്തരും. എല്ലാം ഒതുക്കിയോർ പോയി മറഞ്ഞു.